ഗാനരചയിതവുമായ ശ്രീ റഫീഖ് അഹമ്മദാണ് ഈ മുഖ്യ അതിഥിയായി ഈ സ്നേഹസദ്യയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തെ മുഖ്യ പ്രഭാഷണത്തിനായി സാദരം ക്ഷണിക്കുന്നു. ലീലാകൃഷ്ണനൊക്കെ ഉള്ള ഒരു വേദി, അവർ പറയുന്ന വാക്കുകൾ കേട്ട് നിശബ്ദനായിരിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഇവിടെ ഞാനൊരു മുഖ്യാതിഥി ആണെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സത്യത്തിൽ സുലൈസിൻ്റെ ഒരു മുഖ്യാതിഥി ഒന്നുമല്ല ഞാൻ. അതിൻ്റെ തുടക്കം മുതലേ എളിയ രീതിയിൽ ഞാൻ സുലൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും ഇത്തരം ഒരു സന്ദർഭങ്ങളിൽ അങ്ങനെ ഒരു വലിയൊരു പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല. ഒരു പ്രവൃത്തിയിലൂടെ വളരെ വലിയ മാതൃകകൾ കാണിച്ചിട്ടുള്ള ഒരു സംഘടനയും അതിൻ്റെ പ്രവർത്തകരുമാണ് ഇവിടെ ഇരിക്കുന്നത്. ഡോക്ടർ ദിവാകരനിലൂടെ സൂചിപ്പിച്ച ഒന്ന് രണ്ട് കാര്യം, വളരെ പ്രസക്തമായ രണ്ട് കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് എനിക്ക് ചിന്ത പോയി. ഒന്ന് ആത്മീയത എന്ന് പറയുന്ന ഒരു സംഗതിയാണ്, രണ്ടാമത് ചാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മതേതരമായ ഒരു ആത്മീയതയെക്കുറിച്ച് അദ്ദേഹം പറയേണ്ടത്. അതിൽ മതം എന്ന് പറയുന്ന സംഗതി ഇപ്പോൾ പലപ്പോഴും ചാരിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് മതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് എപ്പോഴും പൊതുവെ വ്യവഹരിക്കാറുള്ളത്. മതം എന്ന് പറയുന്ന ഒരു സംഗതി ആത്മീയത തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് സത്യം. മതം എന്ന് പറയുന്നത് അധികാരവുമായും സമ്പത്തുമായും പ്രാചീനമായ ഗോത്രപരമായിട്ടുള്ള ഒരു തരം കൂട്ടായ്മയുമായും അതിൻ്റെ ഭാഗമായിട്ടുള്ള വ്യർത്ഥമായ ചില അഹങ്കാരങ്ങളുമായും പിന്നെ ഒരുപാട് അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയാണ്. അതും ആത്മീയത തമ്മിൽ ഒരു ബന്ധവുമില്ല. ആത്മീയത മറ്റൊരു സംഗതിയാണ്. ആത്മീയത ഒരുപക്ഷെ മനുഷ്യനും ദൈവവും ഉണ്ടെങ്കിൽ ദൈവവും തമ്മിലുള്ള ഒരു ഇടപാട്, അല്ലെങ്കിൽ മനുഷ്യനും ഈ അപാരമായിട്ടുള്ള ഈ പ്രകൃതിയും പ്രപഞ്ചവും തമ്മിലുള്ള ഒരു ഇടപാട്, ഇതാണത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പലപ്പോഴും എല്ലാ മൂല്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും മതങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചാരിറ്റിയെക്കുറിച്ചും ഇവിടെ പറയേണ്ടത്. ചാരിറ്റി എന്നുള്ള വാക്ക് വസ്തുത്തിൽ ഈ രണ്ട് വാക്കുകളും വളരെയധികം വികൃതവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആത്മീയത എന്നുള്ള വാക്കും അതുപോലെ തന്നെ ചാരിറ്റി എന്നുള്ള വാക്കൊന്നും പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് നിർത്തത്തില്ല. അങ്ങനെ ചാരിറ്റി ചിലപ്പോൾ ഇവിടെ ഷീബ വളരെ കൃത്യമായിട്ടും പറയേണ്ടത് ഒരു ഉത്തരവാദിത്വം, മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇവിടെ ചെയ്യുന്നതെന്ന് പറയേണ്ടത്. അത് ശരിയാണ്. കാരണം മനുഷ്യവർഗം അതിൻ്റെ പരിണാമത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഇന്നത്തെ ആധുനിക മനുഷ്യനായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു കാരണം അവൻ്റെ ഉള്ളിൽ തന്നെ സഹജമായിട്ടുള്ള സ്നേഹവും കാരുണ്യവും ഒക്കെ തന്നെയാണ്. അത് വേറെ മതങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പിന്നെ പുണ്യപുരുഷന്മാരോ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതിനപ്പുറത്ത് അവനുള്ളിൽ തന്നെ സഹജമായിട്ട് ഇങ്ങനൊരു സംഗതി ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഈ ജീവിവർഗത്തിന് ഇത്രയും കാലം ഭൂമിയിൽ അതിജീവിക്കാൻ കഴിയില്ലായിരുന്നു. പരസ്പരം സഹായിക്കാനും മറ്റുള്ളവരുടെ വേദനകൾ പങ്കിടാനും ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ നൗഷാദിനെ പോലുള്ള ആളുകൾ ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ അയാൾ വലിയ പിന്നെ ദാർശനിക ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടോ അല്ലെങ്കിൽ വലിയ പിന്നെ പുണ്യ പുരുഷന്മാരുടെ അടുത്ത് പോയിട്ടൊന്നുമല്ല. അയാളുടെ സഹജമായിട്ടുള്ള ഒരു കാരുണ്യമാണ് അയാളിൽ പ്രവർത്തിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇപ്പം ഈ വളരെയധികം ഇപ്പം ചാരിറ്റി എന്ന് പറഞ്ഞ് നടക്കുന്ന പല കാര്യങ്ങളിലും ഞാനതിലൊന്നും ചെറുതായിട്ട് കാണാൻ തീർച്ചയായിട്ടും വളരെ വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അത് ഒരു പരലോകത്തിലെ പുണ്യം ലഭിക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ടോ ഒക്കെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ പിന്നിൽ പലപ്പോഴും വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ 1,00,000 രൂപ ഒരാൾക്ക് കൊടുക്കുന്നു, രോഗിക്ക് കൊടുക്കുന്നു, എന്നിട്ട് 1 കോടി രൂപയുടെ ഫ്ലക്സ് വയ്ക്കുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അത് നല്ല തന്നെ, അതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഈ തരത്തിൽ വളരെ മതേതരമായ രീതിയിലും മനുഷ്യത്വത്തിൻ്റെതായിട്ടുള്ള അടിസ്ഥാനത്തിലുള്ള ആധുനികമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ആത്മാവ് കണ്ടെത്തിക്കൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഇതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. ഇത് സൊലൈസിൻ്റെ പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് അതിനെ മാറ്റി കൂട്ടുന്നുണ്ട്. അതൊന്നും പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ ഷീബ ഇവിടെ പറയണ്ടേ, പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആത്മാസംതൃപ്തി മാത്രമാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ഇപ്പോൾ പലപ്പോഴും നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇത്തിരി പോരും മെയ്യിന് പക്ഷേ സർവം പോരാ മാനുഷ സത്ത പുലർത്താൻ കവി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു നമുക്ക് പലതും ആയിരിക്കാൻ കഴിയും. ഒരു ക്രിസ്ത്യാനിയാവാം, മുസ്ലിം ആവാം, ഈഴവനാവാം, നായരാവാം, നമ്പൂതിരിയാവാം, അല്ലെങ്കിൽ രാഷ്ട്രപതിയാവാം, പ്രധാനമന്ത്രിയൊക്കെയാവാം. പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് എത്തുന്നത് അത് നാം തന്നെ സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമാണ്. അത്തരം ഒരു ചോദ്യത്തിന് ഞാൻ പലപ്പോഴും പതറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നിൽക്കുന്ന ഇപ്പോൾ ഷീബയുടെയും ഡോക്ടർ ദിവാകരനൊക്കെ കൂടെ നിൽക്കുന്ന ആളുകൾ, മറ്റെല്ലാ സൊലൈസിൻ്റെ ആളുകൾക്ക് അത്തരം ഒരു ചോദ്യത്തെ അവരുടെ ആത്മാവിൽ ധൈര്യത്തോടു കൂടി അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് അതിന് വ്യത്യാസം.
അങ്ങനെ മനുഷ്യൻ എന്നുള്ള പദത്തിന് ഒരു ആന്തര ഗൗരവവും അർത്ഥവും കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് സ്വലേസ് പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ വെറുതെ ഒരു ചാരിറ്റി ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാരുണ്യ സാമൂഹ്യ പ്രവർത്തനമോ അങ്ങനെയുള്ള വളരെ ചെറിയ ഒരു ചട്ടക്കൂട്ടിലേക്ക് ഒതുക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അത് വളരെ വലിയൊരു ഉത്തരവാദിത്വം കൈകാര്യം ചെയ്യും. നമ്മളുടെ ഒക്കെ തന്നെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നു, നമ്മളിലൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള മാനുഷികതയെ ഉണർത്തിയെടുക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായി നിൽക്കാനും ഒരു 2 വാക്കുകളോട് സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള ഈ വലിയ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് സ്വലേസിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നന്ദി. ശ്രീ റഫീഖ് അഹമ്മദ്.